നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 16/4/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില അങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227, ISNA 20 199, ലാറ്റക്സ് 60% DRC 158 രൂപ 50 പൈസ. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 167, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 രൂപ 25 പൈസ. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 220, ലോട്ട് കിലോ 297 രൂപ മുതൽ 202 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 208, ഫാക്ടറി വില 218 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 10,400, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 12,480, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 14,560. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 223, RSS 5 കിലോ 219, ISNA 20 194 രൂപ 50 പൈസ മുതൽ 195 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 128 മുതൽ 140 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. എല്ലാവിധമായ റബ്ബർ ഷീറ്റും ഒട്ടുപാലും എടുക്കപ്പെടും. AK റബ്ബർ സോഴ്സ്, കല്ലുംപുറം, ഇഴുകോൺ, കുണ്ട്ര, കൊല്ലം. കൂടാതെ ചിരട്ട, കമ്പി, ഷീറ്റ് നിർമ്മാണത്തിനുള്ള ആസിഡ്, മറ്റും ട്രേ ഇളക്കുന്ന സാധനങ്ങൾ മിക്കതും ലഭ്യമായിരിക്കും. PK സോഴ്സ്, ചൊവ്വള്ളൂർ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,240, ഒരു പവൻ 1,13,920. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,535, ഒരു പവൻ 1,24,280. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,651, ഒരു പവൻ 93,208. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ഭക്ഷ്യത്തെ ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 130 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1,040 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്റർ 390, കച്ചവലം ഉണങ്ങിയത് 500, നെല്ല് കിൻഡൽ 2,500, കൊപ്ര എടുത്തപിടി 161, കാഞ്ഞിരക്കുരു 1,880, കാപ്പിക്കുരു 35,500, പൈനാപ്പിൾ പച്ച 32, പഴം 34, പിണ്ണാക്ക് എസ്പെലർ 38, റോട്ടറി 41, പുതിയത് 390, പഴയത് 360, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 185, കൊക്കോ 210. മെയ് 4 റിസൾട്ടിൽ UDF വൻ ഭൂരിപക്ഷം നേടുമെന്നാണ് ശുഭപ്രതീക്ഷ. ലക്ഷ്യം മുഖ്യമന്ത്രി കസാര. സുധാകരൻ, റോജി, രമ്യ, അലോഷ്യസ്, ബിനോയ് ചുള്ളിയിൽ, ഹരിത. മാധ്യമ ചർച്ചയുടെ പേരിൽ KCക്ക് വൻ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. മാധ്യമങ്ങളിൽ ഉയർന്ന പേരും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പിന്തുണച്ച് കോൺഗ്രസിലെ പ്രമുഖ യുവ നേതാക്കളുടെ കൂട്ടത്തോടെ രംഗത്ത്. ഇതിലുപരി ഏറ്റവും സീനിയർ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മിക്ക ആൾക്കാരും പിന്തുണച്ചിരിക്കുന്നത്. കാരണം സീനിയർ നേതാവ്, MP സ്ഥാനം, മുൻ മന്ത്രി, MLA, പലതവണ MLA എന്നീ രംഗങ്ങളിൽ വളരെയേറെ ശോഭിച്ച നേതാവാണ് രമേശ് ചെന്നിത്തല. മുസ്ലിം ലീഗ് ഉൾപ്പെടെ പല ഘടകകക്ഷികൾക്കും ആഗ്രഹം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണമെന്നുള്ള ആഗ്രഹമാണ്. അതേസമയം LDFന് 80 മുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വീണ്ടും വരാൻ പോകുന്നത്. മുഖ്യമന്ത്രി കസാരയ്ക്കായി സമയം കളയേണ്ടതില്ല. റിസൾട്ട് അറിഞ്ഞാൽ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. മെയ് 4 വരെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തുടർഭരണമാണോ അതോ ഭരണമാറ്റം സംഭവിക്കുമോ എന്നുള്ളതൊക്കെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.